നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. പഴുതുകളില്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ച ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണ്. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാം. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞ് രണ്ടാനച്ഛൻ ആശുപത്രിയിൽ എത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം നെഞ്ചുലയ്ക്കുന്നതാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ഇത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തു നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഒരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 51 പരിക്ക് ആ പിഞ്ചു ശരീരത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ശക്തമായ നടപടി. ഈ സാധാരണ കേസൊക്കെ നടത്തുമ്പോൾ ലൂപ്പ് ഹോൾസ് പലപ്പോഴും ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ കേസ് നടത്തിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയമപരമായ പ്രൊസീഡിങ്സ് കുറ്റമറ്റ രീതിയിൽ നടക്കും. പ്രതികളെ പിടിച്ചിട്ടുണ്ട്, നിയമ നടപടികൾക്ക് വിധേയമാക്കും. മുന്നോട്ട് എപ്പോഴും FIR ഇടുമ്പോഴും ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴും പിന്നീടുള്ള പ്രൊസീഡിങ്സിലും എല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇത് നടക്കും. സംഭവത്തിൽ എല്ലാ തെളിവുകളും ശേഖരിക്കും. പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പഴുതുകളില്ലാത്ത നിയമ നടപടികളാണ് സ്വീകരിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.